നിങ്ങൾക്കറിയില്ലേ, അബ്ദുൽ നാസർ മഅദനി 2 ദിവസങ്ങളായി അനൗൺസ്മെന്റിൽ മുഴുവനും അബ്ദുൽ നാസർ മഅദനി എന്ന പേര് കേട്ടിട്ട് ആ പ്രിയപ്പെട്ട മഅദനി ഉസ്താദിനോടുള്ള ഹുബ്ബ് കൊണ്ട് ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയ ഉമ്മ, എത്രത്തോളം പരീക്ഷണങ്ങളാ ശരീരത്തിന്റെ പല ഭാഗത്തും പല വിധത്തിലുള്ള എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങളല്ല കൊടുത്തിട്ടും ഭരണകൂട ഭീകരതകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടും നല്ല യൗവനത്തിന്റെ ഒരു പുരുഷായുസിന്റെ മുഴുവൻ ഭാഗങ്ങളും ജയിലറയിൽ ഹോമിക്കപ്പെട്ടിട്ടും അതൊക്കെ പരീക്ഷണങ്ങളുണ്ടായിട്ടും ഇതെല്ലാം മാറ്റിവെച്ചത് മുത്തുനബിയോടുള്ള സ്വലാത്ത് കൊണ്ടാ. നാം ഒന്ന് ചിന്തിക്കുക, നമുക്ക് ചെറിയൊരു തലവേദന വന്നാൽ, നമ്മുടെ ശരീരത്തിനൊരു രോഗം വന്നാൽ തളർന്ന് കിടന്നിട്ട് റബ്ബിനെ കുറ്റം പറയുന്ന ഉമ്മ, എത്ര രോഗങ്ങളാ ഉസ്താദിന് കൊടുത്തത്. എന്നിട്ടും തളരാതെ ഇന്നും പിടിച്ചു നിൽക്കുന്നതിന്റെ പിന്നിലെ ഒരേ ഒരു ആയുധമാണ് സ്വലാത്ത്, ആരംഭ റസൂലിനോടുള്ള സ്വലാത്ത്. അബ്ദുൽ നാസർ മഅദനി എന്ന പ്രിയപ്പെട്ട ഗുരുവര്യനെ അൻവാർശേരിയിൽ അടുത്തറിയുന്നത് കൊണ്ട് പറയുക, എനിക്ക് ഈ സ്വലാത്ത് ചെല്ലാതിരിക്കുന്നത്, കാരണം എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു സ്വലാത്ത് ചെല്ലണം, നമുക്കൊരു ആവേശമാകണം സ്വലാത്ത്. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവസാന സമയത്ത് കർണാടകയിലെ കേസിന്റെ ഒരുപാട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അൻവാർശേരിയിലേക്ക് മടങ്ങി വന്നപ്പോൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരുപാട് വർഷങ്ങൾ ഒരു കുടുംബമാണ് അൻവാർശേരി. അവിടെയുള്ള മക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് വർഷങ്ങൾ കർണാടകയിൽ കിടന്നിട്ട് അവസാനം അൻവാറിലേക്ക് മടങ്ങി വരുമ്പോൾ നാം സ്വന്തമായി ചിന്തിക്കുക, നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ മക്കളുമായി, അൻവാറിന്റെ മക്കളുമായി, സ്വന്തം സ്ഥാപനമാണ്, എന്തൊക്കെ പറയാനുണ്ടാകും. ആ അവസരത്തിൽ ഞാൻ എന്നും ചിന്തിക്കുന്നു ഉസ്താദിന്റെ പ്രവാചകനോടുള്ള പ്രണയം, ഹബീബായ മുത്തുനബിയോടുള്ള സ്നേഹം. ഞങ്ങളെയൊക്കെ റൂമിൽ വിളിച്ചു, എന്നോടൊപ്പം ആഷിഖ് മുസ്ലിയാർ, ഞങ്ങൾ പലരുമുണ്ട്. ഞങ്ങൾ റൂമിലേക്ക് വിളിച്ചിട്ട് ഇത്രത്തോളം വർഷം കഴിഞ്ഞിട്ട് അൻവാറിലേക്ക് മടങ്ങി വരികയാണ്. ആ സമയത്ത് ഉസ്താദിന്റെ റൂമിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളെയൊക്കെ ചേർത്തിരുത്തിയിട്ട് ആരംഭ റസൂലിന്റെ സ്വലാത്തിനെ കുറിച്ചാണ് പ്രിയപ്പെട്ട ഉസ്താദ് ആദ്യമായി പറഞ്ഞത്. എന്നിട്ട് മുത്തുനബി തങ്ങളുടെ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ചരിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. മറ്റൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും ചർച്ചയില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അൻവാറിലേക്ക് മടങ്ങി വന്നിട്ട് ഞങ്ങളെ ചേർത്തിരുത്തിയിട്ട് പറഞ്ഞത്, ഒരിക്കൽ മഹാനായ അബൂബക്കർ, ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല, സ്വലാത്തിന്റെ മഹത്വം എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്ന് പറയുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, അബൂബക്കറേ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിന്റെ കാര്യമേതാ? നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ആരംഭ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അന്നളിറത്തു ഇലാ വജ്ഹിക വൽ ജുലൂസു ബൈന യദൈക വ ഇൻഫാഖു മാലി ലദൈക യാ റസൂലല്ലാഹ്. അന്നളിറത്തു ഇലാ വജ്ഹിക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് ഹബീബേ. 14-ാം രാവിലെ ചന്ദ്രൻ പോലും തോറ്റുപോകുന്ന എത്രയോ ആശിഖീങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു നേരം ആ മുഖം കാണാതിരിക്കുന്നതിൽ വിഷമിച്ച് കരഞ്ഞു പോയെങ്കിൽ ആരംഭ റസൂലിന്റെ സഹാബാക്കൾ ഇശാ നമസ്കാരത്തിന് ശേഷം പരിശുദ്ധമായ മുത്തുനബിയുടെ മദീനയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് തിരിച്ച് സുബഹിക്ക് തിരിച്ചു വരുന്നവരാ. ആ സഹാബാക്കൾ പോലും ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് മനസ്സിൽ വിഷമമാ. ഈ രാത്രിയിൽ മുത്തുനബിയുടെ മുഖം കാണാൻ കഴിയില്ലല്ലോ അല്ലാ. പരിശുദ്ധമായ സിറാജുൽ ഹുദയുടെ മജ്ലിസിൽ ഇരുന്നിട്ട് ആരംഭ റസൂലിന്റെ ചരിത്രം കേൾക്കുന്ന ഉമ്മ അബൂബക്കർ തങ്ങൾ പറയുകയാണ്, അന്നളിറത്തു ഇലാ വജ്ഹിക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് നബിയേ. വൽ ജുലൂസു ബൈന യദൈക വൽ
ജുലൂസു ബൈന യദൈക, അങ്ങയുടെ കൂടെ ഇരിക്കലാണ് നബിയേ. വ ഇൻഫാഖു മാലി ലദൈക യാ റസൂലല്ലാഹ്, അങ്ങ് പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കലാണ് ഹബീബേ. ഈ കാര്യമാണ് ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദ് വർഷങ്ങൾക്ക് ശേഷം അൻവാറിലേക്ക് മടങ്ങി വന്നിട്ട് ഞങ്ങൾ നിർബന്ധമായും കാണാതെ പഠിപ്പിച്ചു. ഞാൻ അന്ന് പഠിച്ചതാണിത്. പിന്നീടുള്ള നസീഹത്തുകൾ ഞങ്ങളെ വിളിച്ചിട്ട് ഓരോരുത്തരെയും വിളിച്ചിട്ട് ചോദിക്കും. ഈ ചോദിക്കുന്ന സമയത്ത് ധാരാളം രോഗങ്ങളുണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഉസ്താദിന് വേണ്ടി. ഇന്ന് പ്രിയപ്പെട്ട സിറാജുൽ ഹുദയുടെ സഹോദരങ്ങൾ പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റെ പേരിലും നല്ല മനോഹരമായ ഹദിയ അയച്ചിട്ടുണ്ട്. ഉസ്താദ് ഈ സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ തന്നെ ഉസ്താദിനെ ഞാൻ അറിയിച്ചെന്ന് പറഞ്ഞാൽ ഉസ്താദുമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ട് നമ്മുടെ സിറാജുൽ ഹുദയുടെ കാര്യം പറഞ്ഞിട്ട് ദുആ വസിയത്ത് ചെയ്തിട്ടാണ് ഞാൻ ഈ സദസ്സിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഉസ്താദ് ഇത്രത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു സ്ഥാപനം നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പിതാവാണ് അബ്ദുൽ നാസർ മഅദനി എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ പിതാവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പിതാവ് മരണപ്പെട്ടാൽ പിതാവില്ലാത്ത വീടിന്റെ അവസ്ഥ നമുക്കറിയാം. അത്തരത്തിൽ അൻവാർശ്ശേരി എന്ന സ്ഥാപനം തുടങ്ങി അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ് അബ്ദുൽ നാസർ മഅദനി കാലാഗ്രഹത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് ആ സ്ഥാപനത്തിന് എന്ത് തളർച്ച വന്നു. ഇന്നും നൂറുകണക്കിന് ആലിമീങ്ങൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഒരുപോലെ പഠിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ നാം നോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നു. കേവലം ഖുർആനും ഹദീസും മാത്രം പഠിച്ച് നടക്കുന്നവരല്ല. നാം അവിടേക്ക് വന്നാൽ അറിയാം, ഖുർആനിനോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കുന്ന മക്കളുണ്ട് അവിടെ. കിതാബിനോടൊപ്പം ഡിഗ്രിയും PGയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അവരെ. നമുക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസം അവിടെ പഠിക്കാം, ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റികൾ അവിടെ പഠിക്കാം. അതിനൊന്നും അൻവാർശ്ശേരി തടസ്സമല്ല. പക്ഷെ ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും ഈ പറയുന്ന സന്ദർഭത്തിലും പ്രിയപ്പെട്ട മഅദനി ഉസ്താദ് രോഗത്തിന്റെ അവസ്ഥയിൽ എറണാകുളത്ത് വിഷമത്തോടെ കഴിയുകയാണ്. എറണാകുളത്ത് വിഷമത്തോടെ കഴിയുന്ന അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അല്ലാഹു ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ടും അല്ലാഹു ഉസ്താദിന് ശിഫ കൊടുക്കട്ടെ. അപ്പൊ ഈ ഒരു അവസരത്തിലും ആ സ്ഥാപനം ഇത്രത്തോളം ഉയർന്നു വരാനുള്ള കാരണം രണ്ട് വിദ്യാഭ്യാസങ്ങളും ഒരുപോലെ പഠിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം. ഇന്നത്തെ ട്യൂട്ടോറിയലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നാം പഠിക്കുന്ന മക്കളുടെ ഫീസിന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു മാസം ആയിരക്കണക്കിന് പൈസ കെട്ടിവെച്ചിട്ടാണ് പല സ്ഥാപനങ്ങളിലും മതഭൗതികമായ പല സ്ഥാപനങ്ങളും നമ്മുടെ മക്കൾ പഠിക്കുന്നത്. നാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അൻവാർശ്ശേരിയിൽ ഇരു വിദ്യാഭ്യാസവും ഒരുപോലെ ധാരാളം മക്കൾ പഠിക്കുമ്പോഴും ചെറിയ ക്ലാസ് മുതൽ 4ാം ക്ലാസ് മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ തുടങ്ങി പലതരത്തിലുള്ള മേഖലകളിൽ പഠനം നടത്തുമ്പോൾ ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരെയുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുമ്പോൾ ഇവരൊക്കെ അവിടെ പഠിച്ചിട്ട് ആ സ്ഥാപനം ഇന്നും ഉയർന്നു നിൽക്കാനുള്ള കാരണം ആരംഭ റസൂലിന്റെ പേരിലുള്ള സ്വലാത്താണ്. അതുകൊണ്ട് മഅദനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട സ്ഥാപനത്തിൽ പഠിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ സിറാജുൽ ഹുദയുടെ സദസ്സിലെന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഹുബ്ബിൻ നബി പറയാനുള്ള കഴിവ് അല്ലാഹു തന്നത്. അതുകൊണ്ടൊരൊക്കെ സ്വലാത്ത് ചൊല്ലണേ. ആരൊക്കെ തളർത്താൻ ശ്രമിച്ചാലും, ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ ആ ശബ്ദത്തിനെ തകർത്ത് കളയാൻ ശ്രമിച്ചാലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് മഅദനിമാര് പ്രഭാഷണ വേദികളിൽ ഇന്ന് മുത്ത് റസൂലിന്റെ പേര് പറയുന്നെങ്കിൽ അത് മുത്തുനബിയോടുള്ള ഹുബ്ബ് വെച്ചത് കൊണ്ടാ. അതുകൊണ്ടൊന്നുറക്ക സ്വലാത്ത് ചൊല്ലിക്കേ. മൽഹറുല്ലത്തമായ റസൂലുള്ളാഹി, സാദിഖുൽ മസ്ബൂഖായ റസൂലുള്ളാഹി, ഉറക്ക സ്വലാത്ത് ചൊല്ലണേ മക്കളെ. മുത്തുനബിയെ കുറിച്ച് ഇത്രത്തോളം പറഞ്ഞിട്ടും ഇനിയും നാവിൻ തുമ്പിലൂടെ സ്വലാത്ത് വന്നില്ലെങ്കിൽ, പരിശുദ്ധ റബീഉൽ അവ്വലിലും സ്വലാത്ത് വന്നില്ലെങ്കിൽ നാം എന്ത് പ്രവാചക പ്രണയ. നാളെ നമ്മുടെ ഖബറിന്റെ ഉള്ളിലേക്ക് ആരംഭ റസൂലിന്റെ മുഖം കൊണ്ട് കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ അന്ന് സിറാജുൽ ഹുദയുടെ വേദിയിലിരുന്നു കൊണ്ട് എനിക്ക് അവസ്ഥയുണ്ടായിട്ടും മുത്തുനബിയുടെ പേര് കേട്ടപ്പോ സ്വലാത്ത് ചൊല്ലിയ ആ പരിചയം വെച്ചിട്ട് നമുക്ക് പറയണ്ടേ, എന്റെ ഹൃദയത്തിന്റെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ മൽഹറുല്ലത്തമായ റസൂലുള്ളാഹി.
ഉറക്കെ സാദിഖുൽ മസ്ബൂഖായ റസൂലുള്ളാഹി. ഒരുപാട് 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 വിശ്വാസികൾക്ക് പരിശുദ്ധമായ മദീനത്തേക്ക് എത്തിച്ചേരാനുള്ള പ്രവാചകാനുരാഗത്തിന്റെ പ്രകീർത്തനമായ റസൂലുള്ളാഹി. കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിന്റെ ഖബറിന്റെ മുഖത്ത് മണ്ണ് വാരി കയ്യിൽ വെച്ചിട്ട് ആരെങ്കിലും ഈ പൊന്നുമോളെ വളർത്തിയാൽ ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ കാതലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ നിക്കാഹിന്റെ ദിവസത്തിൽ എല്ലാവരും സന്തോഷത്തിലാ. ആരംഭ റസൂല് മാത്രം കരയുകയാ. എല്ലാവരും കടന്നു വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത് നബിയേ, എന്തിനാണ് വേദനിക്കുന്നത് നബിയേ? നല്ലൊരു ദിവസമല്ലേ നബിയേ, നല്ലൊരു ദിവസമല്ലേ നബിയേ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആരംഭ റസൂല് പറഞ്ഞു, എനിക്കെന്റെ ഖദീജാനെ ഓർമ്മ വരുന്നു, എനിക്കെന്റെ ഖദീജായ ഓർമ്മ വരുന്നു. സഹാബത്തെ, ഏത് ഖദീജയാ? എനിക്ക് വേണ്ടി ഒരുപാട് വിഷമങ്ങൾ സഹിച്ച ഖദീജ. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആദ്യ സമയത്ത് ശത്രുക്കൾ എന്നെ ഉപദ്രവിച്ചപ്പോ കിലോമീറ്ററുകളോളം ഉയർന്നു കിടക്കുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് തോൽപാത്രം പിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഭക്ഷണങ്ങളുമായി കടന്നു വന്ന ഖദീജ, എനിക്ക് വേണ്ടി പട്ടിണി കിടന്ന ഖദീജ, ശിഅബ് അബൂ താലിബിന്റെ മണൽത്തരികളെ പോലും കരയിച്ചുകൊണ്ട് പച്ചിലയും പച്ചവെള്ളവും കഴിച്ചുകൊണ്ട് 3 വർഷക്കാലം അവിടെ കഴിഞ്ഞ ഖദീജ, എനിക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച ഖദീജ. മുത്തുനബി തങ്ങൾ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പലപ്പോഴും ആരംഭ റസൂല് പറഞ്ഞു കരുതിയിട്ടുണ്ട്, എന്റെ ഖദീജയുണ്ടായിരുന്നെങ്കിൽ, എന്റെ ഖദീജയുണ്ടായിരുന്നെങ്കിൽ. ആരംഭ റസൂല് ഫാത്തിമ ബീവിയുടെ വിവാഹത്തിന്റെ ദിവസം കരയുന്നു, എനിക്കെന്റെ ഖദീജാനെ ഓർമ്മ വരുന്നെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനൊരു പാട്ട് പാടാൻ പോവുകയാ. മുത്തുനബി തങ്ങൾ കരഞ്ഞു. നമ്മൾ വിഷയത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ആ സമയത്ത് ആയിഷ ബീവി, ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ, ഈ കരച്ചിൽ മാറ്റാൻ ആയിഷ ബീവി പറഞ്ഞു, ഞാനൊരു പാട്ട് പാടാൻ പോവുകയാ. നമ്മുടെ ഇന്നത്തെ കല്യാണത്തിന്റെ പാട്ടല്ല, നമ്മുടെ കല്യാണത്തിന്റെ പാട്ടല്ല. ഫാത്തിമ ബീവിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു മാറ്റം വേണം. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. നമുക്ക് മർമ്മപ്രധാനമായ ഭാഗങ്ങളിലൂടെ കടന്നു പോകണം. അല്ലാതെ നാം വെറുതെ കേട്ട് എണീറ്റ് പോയിട്ട് കാര്യമില്ല. ഫാത്തിമ ബീവിയെ മുഹബ്ബത്ത് വെക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ജീവിതം നാം കൊണ്ടുവരിക. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സിർനാ ബിഹാ ഫല്ലാഹു അഅതാ ദിക്റഹാ വഖസ്സഹാ മിൻഹു ബിതഹരി തഹരി. സിർനാ ബിഹാ ഫല്ലാഹു അഅതാ ദിക്റഹാ വഖസ്സഹാ മിൻഹു ബിതഹരി തഹരി. ആരെയാ ഞങ്ങളീ കൊണ്ടുപോകുന്നതെന്നറിയുമോ? ആരെയാ ഞങ്ങളീ ആനയിച്ചു കൊണ്ടുവരുന്നതെന്നറിയുമോ? അല്ലാഹു തന്നെ ശുദ്ധിയാക്കിയ പൊന്നുമോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഈ പാട്ടുപാടി വന്നിട്ട് മുഴുവൻ പേരെയും സന്തോഷിപ്പിക്കുകയാ. അങ്ങനെ ഫാത്തിമ ബീവിയുടെ വിവാഹം കഴിയുകയാ. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. മനോഹരമായ ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധിയുടെ, ഒരുപാട് വിഷമങ്ങളുടെ, വേദനകളുടെ രംഗങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ വീട്ടിൽ ആരംഭ റസൂല് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് അലിയാര് തങ്ങള് അന മദീനത്തുൽ ഇൽമി വ അലിയിൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, എൻ്റെ അലി അതിൻ്റെ വാതിലാണെന്ന് പറഞ്ഞ അലിയാര് തങ്ങള് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ വീട്ടിൻ്റെ ഭക്ഷണത്തലകയിൽ നിന്നും മുത്ത് റസൂലിനോട് പറയുന്നു, നബിയേ എനിക്ക് പോകണം നബിയേ. നബി തങ്ങൾ എന്താണ് കാര്യമെന്ന് തിരക്കിയില്ല. അലി റളിയല്ലാഹു അൻഹു വിഷമിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വന്നു. ഭക്ഷണ തടുകയില് സഹാബാക്കളും നബിതങ്ങളൊക്കെ ഉസ്മാൻ തങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അലിയാര് തങ്ങൾ പറഞ്ഞു, നബിയെ എനിക്ക് തിരിച്ചു പോകണം,
അങ്ങനെ റസൂലുള്ള വിട്ടു, കാര്യമൊന്നും തിരക്കിയില്ല. കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവിയുടെ മുന്നിൽ വന്നു. ഇവിടെ നാം പഠിക്കേണ്ടത്, ഭർത്താവ് ഒരു വിഷയത്തിൽ വിഷമിച്ചു വരുമ്പോൾ ഭാര്യ സ്വാന്തനമാകണം. കേവലം ചരിത്രമല്ല, ഭാര്യ സ്വാന്തനമാകണം. അപ്പോ അലിയാര് തങ്ങള് ഫാത്തിമ ബീവിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് കരയുന്നത് തങ്ങളെ? നിങ്ങളുടെ കരച്ചിരി എന്നെ വിഷമിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ ആരംഭ റസൂലിന്റെ പൊന്നുമോള് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറയുന്നു, ഇൻഷാ അല്ലാഹ് ഞാനതിന് പരിഹാരം കണ്ടുപിടിച്ച് തരുമെന്ന് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷണമാ പറയുന്നത്, നിങ്ങളുടെ വിഷമത്തിന് ഞാൻ പരിഹാരം കണ്ടുപിടിച്ച് നൽകും. ആ സമയത്ത് അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ, അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബാക്കളെയും നമുക്കൊന്ന് വിളിച്ചിട്ടൊരൽപ്പം ഭക്ഷണം കൊടുക്കണ്ടേ ഫാത്തിമ? ഏത് വീട്ടിലാ മാസങ്ങളോളം അടുപ്പ് പുകയാത്ത വീട്ടില് ഹസൻ ഹുസൈൻ തങ്ങള് ഫാത്തിമ ബീവിയുടെ മാറിടത്തിൽ ഭക്ഷണം കഴിക്കാതെ പാല് വറ്റിപ്പോയിട്ട് അവസാനം രക്തം പുറത്തേക്ക് വന്ന് കരഞ്ഞു പോയെങ്കില് കരയണമുമ്മ. സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ട് പടച്ച റബ്ബിനെ മറന്നു പോകുമ്പോ ആ സമയത്ത് ഫാത്തിമ ബീവി പറയുന്നു, നാളെ നമ്മുടെ വീട്ടിലാണ് ഭക്ഷണം, നിങ്ങൾ പോയി വിളിക്കുക, ആരംഭ റസൂലിനെ വിളിക്കുക, അള്ളാന്റെ ഹബീബിനെ വിളിക്കുക, നാളെ മുത്ത് റസൂലിന്റെ ഭക്ഷണം നമ്മുടെ വീട്ടിലാ. അലിയാര് തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, ഫാത്തിമ എന്ത് കൊടുക്കാനാണ് ഫാത്തിമ? ആ സമയത്ത് ഫാത്തിമ പറഞ്ഞു, നിങ്ങൾ പോയി പറയുക അലിയേ. അലിയാര് തങ്ങൾ സന്തോഷത്തോടെ, സന്തോഷം കലർന്ന വിഷമത്തോടെ ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നാളെ അങ്ങേക്കും സഹാബത്തിനുമുള്ള ഭക്ഷണം എൻ്റെ വീട്ടിലാണ് നബിയേ, എൻ്റെ വീട്ടിലാണ് നബിയേ. ആരംഭ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. ആരാണ് ഈ പറയുന്നത്? അലിയല്ലേ പറയുന്നത്? മുത്ത് നബിക്കറിയാം വീടിന്റെ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു. പിറ്റേന്ന് ദിവസമായി മുത്ത് റസൂലും സഹാബത്തും വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വലിയൊരു പാത്രം എടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരൽപ്പം വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിക്കുകയാണ്. അലിയാര് തങ്ങള് ആ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, പൊന്നുമോളെ ഫാത്തിമ, അള്ളാഹുവിന്റെ റസൂല് വന്നിട്ടുണ്ട് മോളെ, സഹാബാക്കൾ വന്നിട്ടുണ്ട്, എന്താണ് നടക്കുക എനിക്കറിയില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയേ, നിങ്ങളാ ഭക്ഷണത്തലകയുടെ അരികിലേക്ക് പോയിട്ട് സ്വലാത്ത് ചൊല്ലി അവിടെയും സ്വലാത്ത് ചൊല്ലിയിട്ട അടപ്പങ്ങോട്ട് മാറ്റണം അലിയേ. അലിയാര് തങ്ങൾ പേടിച്ചു, ഇല്ല ഫാത്തിമ, അതിൽ വെള്ളം മാത്രമല്ലേ ഉള്ളു ഫാത്തിമ, എനിക്ക് പേടിയാവുകയാണ് ഫാത്തിമ. ആ സമയത്ത് ഫാത്തിമ ബീവി ആ ഭക്ഷണത്തലികയുടെ മുന്നിലേക്ക് കടന്നു പോയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട ഭക്ഷണത്തിന്റെ അടപ്പങ്ങോട്ട് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ ഭക്ഷണത്തിന്റെ സുഗന്ധമടിച്ചു വീശിയെങ്കിൽ അലിയാര് തങ്ങള് അത്ഭുതപ്പെട്ടുകൊണ്ട് ഓടി ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കരളിന്റെ കഷണം തന്നെയാണ് ഫാത്തിമ, അങ്ങയുടെ കരളിന്റെ കഷണം തന്നെയാണ് ഫാത്തിമ. ഈ അത്ഭുതം കാണാൻ, ഈ അത്ഭുതമുണ്ടായത് അങ്ങയുടെ കരളിന്റെ കഷണമായത് കൊണ്ടാണ് നബിയേ. അതുകൊണ്ടാ ഫാത്തിമ ബീവിയെ കുറിച്ചാ നമ്മൾ ചർച്ച ചെയ്തത്. ആ ഫാത്തിമ ബീവിയിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ളത്. മൻ അഹബ്ബനി മൻ അഹബ്ബ, ആരെങ്കിലും എന്റെ ഫാത്തിമയെ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് മുത്ത് റസൂല് പറഞ്ഞെങ്കിൽ ഈ ഫാത്തിമ ബീവിയുടെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു വന്നാൽ സഹാബാക്കൾ പ്രണയിച്ചതുപോലെ നമുക്ക് പ്രണയിക്കാം. ഈ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിന്റെ മനോഹരമായ രസങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നാൽ ആരംഭ റസൂലിനെ സഹാബാക്കൾ മുഹബ്ബത്ത് വെച്ചതുപോലെ നമുക്ക് വെക്കാം. അപ്പോ
ഇതാണ് ഫാത്തിമ ബീവിയിലൂടെ, അഹ്ലു ബൈത്തിലൂടെ നമുക്ക് റസൂലുള്ളാഹിയിലേക്ക് എത്തണം. അപ്പൊ നമ്മൾ ഫാത്തിമ ബീവിയുടെ ഗർഭാവസ്ഥയിലുള്ള കാലം മുതൽ അവസാന സമയം വരെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിലൂടെ നാം റസൂലുള്ളാഹിയിലേക്ക് എത്തണം. ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് ആ സമയത്തിൽ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കും. കാരണം 10:30 ആയിട്ട് നമ്മൾ 8-9 മണിക്ക് തുടങ്ങി, 1.5 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾ സുഖമായിട്ടിരുന്ന് കേട്ടു, ഞാൻ സുഖമായി നിന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ഒരു സ്വലാത്ത് ചെല്ലുന്ന സമയത്തിൽ ഒരല്പം വെള്ളം കുടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് പ്രഭാഷണം പെട്ടെന്ന് അവസാനിപ്പിച്ച് ദുആ ചെയ്യണം. നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം അടുത്ത് വരുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല ഉഷാറോടുകൂടി സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد والآل أهل البيت سلم. അപ്പോൾ ഈ ചരിത്രത്തിലൂടെ നമുക്ക് റസൂലുള്ളാഹിയിലേക്ക് അടുക്കണം. ഈ ചരിത്രത്തിലൂടെ റസൂലുള്ളാഹിയിലേക്ക് അടുത്താൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന മനോഹരമായ ആ ഒരു ഹദീസിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ്, അവസാന ചരിത്രമാണ് ഇൻഷാ അല്ലാഹ്, അതുകൂടി പറഞ്ഞിട്ട് നിർത്താം. അതുകൂടി കേൾക്കുമല്ലേ ഇൻഷാ അല്ലാഹ്? താല്പര്യമുള്ളവർ ഒരു ചരിത്രം കൂടി ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ പ്രസംഗം? ഒരു ചരിത്രം കൂടി പറയട്ടെ. താല്പര്യമുള്ളവർ ഒന്ന് കൈ ഉയർത്തുക. ഒരു ചരിത്രം അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം. മാഷാ അല്ലാഹ്, നമ്മുടെ മക്കൾ ആദ്യമേ ഉയർത്തി. നമ്മുടെ മക്കൾ വലിയ പ്രതീക്ഷയാണ്. ഇത്തരത്തിലുള്ള മക്കൾ അവർ വന്നിരുന്നത് ഗാനമേളയ്ക്ക് വേണ്ടിയല്ല, അവർ വന്നിരുന്നത് സിനിമാ ഷോയ്ക്ക് വേണ്ടിയല്ല. ആരംഭ റസൂലിനെ പ്രണയിച്ച അബൂബക്കർ തങ്ങളുടെ ചരിത്രം പറയട്ടെ എന്ന് ചോദിച്ചപ്പോ അവരെക്കാൾ എത്രയോ വയസ്സുള്ള മുതിർന്നവരിരുന്നിട്ട് പോലും ചെറുപ്പത്തിന്റെ ബാല്യത്തിന്റെ മുഴുവൻ കൗതുക രസങ്ങൾ മാറ്റിവെച്ചിട്ട് അബൂബക്കർ തങ്ങളുടെ ചരിത്രം കേൾക്കാൻ കൈകളുയർത്തിയ ആ മക്കളുടെ കരങ്ങളിൽ അല്ലാഹുവേ, പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കരങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് നാളെ സ്വർഗത്തിലേക്ക് നീ കടത്തണേ അല്ലാ. ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു ഫഖീറായ മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, യാ അബൂബക്കറിന് സിദ്ദീഖ്, യാ അബൂബക്കറിന് സിദ്ദീഖ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് നൽകണം അബൂബക്കറെ, എനിക്ക് വിശക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് നൽകണം. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോ വീട്ടിലൊന്നുമില്ല. അല്പം ഭക്ഷണം കൊടുത്തപ്പോ ഈ ഫക്കീറായ മനുഷ്യൻ പറയുന്നു, അബൂബക്കർ തങ്ങളെ, എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല അബൂബക്കറെ, എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല അബൂബക്കറെ, എനിക്കൊരു വസ്ത്രം കൂടി നൽകണമെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീടിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോ ഉടുത്തിട്ട് മാറിയുടുക്കാനടുത്ത വസ്ത്രമില്ല. അബൂബക്കർ തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി. ആരംഭ റസൂല് പറഞ്ഞു വിട്ട ഫക്കീറായ മനുഷ്യനാണ്, എങ്ങനാണ് മടക്കി അയക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്ന ആ വസ്ത്രം അങ്ങോട്ട് ഊരിയിട്ട് ഫക്കീറായ മനുഷ്യന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാ. ഈ വസ്ത്രവും പിടിച്ചിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂബക്കർ എനിക്ക് ഭക്ഷണം നൽകി നബിയേ, അബൂബക്കർ എനിക്ക് വസ്ത്രം നൽകി നബിയേ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് മുത്തായ നബി തങ്ങൾ അബൂബക്കർ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് ആ ഫഖീറായ മനുഷ്യൻ കടന്നുപോയി. ളുഹർ നമസ്കാരത്തിന് സമയമായി. മദീനത്തെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ മുഴക്കം കേട്ടു, ഹയ്യ അലസ്സലാ, നമസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് വരണേ. സഹാബാക്കൾ മുഴുവനും ഒരുമിച്ച് കൂടി. അബൂബക്കർ മാത്രം വന്നില്ല. ഹബീബായ നബി തങ്ങൾ നോക്കി, എവിടെ അബൂബക്കർ, എവിടെ? ളുഹർ നമസ്കാരം കഴിഞ്ഞു. അസറിന്റെ സമയമായപ്പോ ആ സമയത്തും അബൂബക്കർ തങ്ങൾ മാത്രം പള്ളിയിൽ വന്നില്ല. ആരംഭ റസൂല്, അതൊരു സ്നേഹമല്ലേ, അതൊരു അനുരാഗമല്ലേ? മുത്ത്
മുത്തുനബിയെ പ്രണയിച്ചാൽ തിരിച്ചു കിട്ടുമെന്നതിന്റെ അനുരാഗമല്ലേ? മുത്തുനബിക്ക് വേണ്ടി നമ്മളെ രാത്രിയിൽ ഇത്രയും സമയം ഇരുന്നെങ്കിൽ ഇതിന്റെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടുന്നതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്ർ നമസ്കാരത്തിനും വന്നില്ല. ആ സമയത്ത് ആരംഭ റസൂൽ നോക്കുമ്പോ അബൂബക്കർ തങ്ങൾ വരുന്ന വഴി മുഴുവനും ഇങ്ങനെ ശൂന്യമായി കിടക്കുകയാ, എന്തോ പറ്റിയതുപോലെ കിടക്കുകയാ. ആരംഭ റസൂൽ ചോദിച്ചു, അസ്ർ നമസ്കാരം കഴിഞ്ഞപ്പോ എവിടെ എന്റെ അബൂബക്കർ എവിടെ? മദീനത്തെ പള്ളിയിൽ മുൻസഫിൽ നിൽക്കാൻ വേണ്ടി ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കാൻ വേണ്ടി കടന്നു വരുന്ന എന്റെ അബൂബക്കർ എവിടെ? മദീനത്തെ പള്ളിയിൽ നമസ്കാരത്തിന് സമയമാകുമ്പോ ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കാൻ ഓടി വരുന്ന അബൂബക്കർ എവിടെ? മുത്താഹ നബി തങ്ങൾ കരഞ്ഞിട്ട് ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബിലാൽ, ഒന്ന് പോകണേ ബിലാൽ, എന്റെ അബൂബക്കറിന് എന്ത് പറ്റിയതെന്ന് നോക്കണേ ബിലാൽ, ഒന്ന് പോകൂ ബിലാലേ, എന്റെ അബൂബക്കറിനെ ഒന്ന് നോക്ക് ബിലാലേ. ആരംഭ റസൂൽ ബിലാൽ തങ്ങളെ പറഞ്ഞു വിട്ടപ്പോ ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ആ വീടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ അബാ ബക്കറിൻ സിദ്ദീഖ്. ആ ചെത്തക്കൂരയുടെ ഉള്ളിൽ നിന്നും കരഞ്ഞുകൊണ്ട് സലാം അടക്കുന്നു. വഅലൈക്കുമുസ്സലാം. ബിലാൽ തങ്ങൾ ചോദിക്കുകയാണ്, എന്തേ പള്ളിയിൽ വരാത്തതെന്തേ? മുത്ത് റസൂല് വിഷമത്തിലാ, അല്ലാഹുവിന്റെ റസൂല് വേദനയിലാ, മുത്തുനബി കരയുകയാ, എന്തേ അബൂബക്കറെ പള്ളിയിൽ വരാത്തതെന്തേ? ആ സമയത്ത് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഒരു ഫഖീറായ മനുഷ്യനെ എന്റെ വീടിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടില്ലേ ബിലാൽ? ആ മനുഷ്യൻ കടന്നു വന്നപ്പോ എന്റെ കയ്യിൽ കൊടുക്കാൻ വസ്ത്രമില്ല ബിലാൽ, ആകെ ഉണ്ടായിരുന്നത് ഞാൻ ധരിച്ചിരുന്ന വസ്ത്രമാണ് ബിലാലേ. ആരംഭ റസൂല് പറഞ്ഞു വിട്ടതല്ലേ മുത്തുനബിയോടുള്ള ഹുബ്ബ് കാരണം. വഇൻഫാഖു മാലി ലദൈക യാ റസൂലല്ലാഹ്. ആരംഭ റസൂലിനോടുള്ള ഹബ്ബ് കാരണം ഞാൻ ധരിച്ചിരുന്ന വസ്ത്രം ഊരിയിട്ടാണ് കൊടുത്തത്. എനിക്ക് വീടിന്റെ പുറത്തിറങ്ങാൻ, എനിക്ക് നമസ്കാരത്തിന് വേണ്ടി കടന്നു വരാൻ മറ്റൊരു വസ്ത്രമില്ല ബിലാൽ. പോയിട്ട് പറയണേ, മദീന അത്ഭുതപ്പെട്ടു പോയി. മദീനയുടെ മണൽത്തരികൾ അതുവരെ കേൾക്കാത്ത പ്രവാചക പ്രണയത്തിന്റെ സാഗരങ്ങൾ പൊട്ടി നിറഞ്ഞപ്പോ ബിലാൽ തങ്ങൾ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ബിലാലേ, ബിലാൽ തങ്ങൾ വന്നിട്ട് പറയുന്ന, റസൂലേ, അബൂബക്കറിനെ ധരിക്കാൻ വസ്ത്രമില്ല നബിയേ, അങ്ങയോടുള്ള മുഹബ്ബത്ത് കൊണ്ട് കൊടുത്തതാണ് റസൂലേ. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ആരുമില്ലേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാ, ആരുമില്ലേ എന്റെ അബൂബക്കറിന് ഒരു വസ്ത്രം കൊടുക്കാൻ? ആരുമില്ലേ? ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു കറുത്ത കരിമ്പുടവ കൊടുത്തു വിടുകയാ. ബിലാൽ തങ്ങളെ കറുത്ത കരിമ്പുടയുമായി അബൂബക്കർ തങ്ങളുടെ അരികിലേക്ക് ചെന്നിട്ട് അബൂബക്കർ തങ്ങൾക്ക് വസ്ത്രം അങ്ങോട്ട് കൊടുത്തപ്പോ ഈ വസ്ത്രം അങ്ങോട്ട് ചുറ്റിയിട്ട് ആരാ ഓടുന്നത്? 70,000 സ്വർണ്ണ നാണയങ്ങളുമായി പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ആരംഭ റസൂലിന് വേണ്ടി എല്ലാം കൊടുത്ത അവസാനം വഫാത്തിന്റെ സമയത്ത് 20,000 വെള്ളി നാണയങ്ങളായി അവസാനം കുറഞ്ഞു പോയ ഒരു വസ്ത്രം പോലും ധരിക്കാനില്ലാതെ കറുത്ത കരിമ്പുടവ ധരിച്ചിട്ട് ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് ഓടിയിട്ട് സ്നേഹത്തോടെ മുത്തുനബിയെ വാരിപ്പുളർന്ന് ചുംബനം വെച്ച് പോയെങ്കിൽ ഈ സ്നേഹമാണ് സിറാജുൽ ഹുദയിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടത്. അവരെ പോലെ പ്രണയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അവരെ പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അവര് പോയ പാതയിലൂടെയൊന്ന് സഞ്ചരിച്ചിട്ട് ഇത്രയും സമയം നാം കേട്ട ചരിതങ്ങൾ, നാം കേട്ട ആയത്തുകളൊക്കെ മനസ്സിന്റെ ഉള്ളിലേക്കൊന്നിറക്കിയിട്ട് ഇന്നത്തെ രാത്രി മുതൽ ഒരു സ്വലാത്തെങ്കിലും കൃത്യമായിട്ട് മുത്തുനബിക്ക് വേണ്ടി നാം
ചൊല്ലുന്നവരാകണം. ആരംഭ റസൂലിന് വേണ്ടി ഒന്നും കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും മുത്തു റസൂലിന് വേണ്ടി അണമുറിയാതെ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് കഴിയണം. അവസാനം സ്വലാത്ത് ചൊല്ല്, സ്വലാത്ത് ചൊല്ല്, സ്വലാത്ത് ചൊല്ല്. സിറാജുൽ ഹുദയുടെ ഈ മജ്‌ലിസിൽ നിന്ന് നമുക്ക് മദീനത്തേക്ക് യാത്രയാകണം. എല്ലാവരും കണ്ണടച്ചിട്ടൊന്ന് മദീന ചിന്തിച്ച് നാം ഇത്രയും നാള് കാണാൻ കാത്തിരുന്ന മദീന. അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങള് പരിശുദ്ധമായ മദീനത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ഫി ഹാലത്തിൽ മുഅ്ജിറൂ ഹൈ കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ ലാഹിബതി ഫി ഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംനുൻ യമീനക ലികൈ തർളാ ബിഹാ ശഫതി. ആരംഭ റസൂലേ, അവിടുത്തെ കൈയൊന്ന് പുറത്തേക്ക് തരുമോ നബിയേ? ബിലാൽ തങ്ങൾ മുത്തിപ്പോയ, അബൂബക്കർ തങ്ങൾ മുത്തം വെച്ചു പോയ, ഒരുപാട് സ്വഹാബികളെ രസിച്ചു പോയ ആ കരമൊന്ന് പുറത്തേക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ആരംഭ റസൂലിന്റെ കരം റൗളാ ഷരീഫിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നെങ്കിൽ ഈ സിറാജുൽ ഹുദയിൽ നിന്ന് നമ്മളും സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് മുത്തു റസൂലിലേക്ക് എടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് പരിശുദ്ധമായ സദസ്സിൽ ഒരു സമ്മാനം, സ്വലാത്ത് തന്നെയാണ് സമ്മാനം. നാം ജീവിതത്തിൽ ദാഇമാക്കുക ഒരു മനോഹരമായ സ്വലാത്ത്. നാളെ നമുക്ക് രക്ഷപ്പെടാൻ പ്രസംഗം നിർത്തി ഒരു സ്വലാത്ത് കൂടി പറഞ്ഞുകൊണ്ട് ധാരാളം ദുആ വസിയ്യത്തുകളുണ്ട്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നമുക്ക് ദുആ ചെയ്യണം. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സല്ല അലയ്യ ഹീന യുസ്ബിഹു അശ്റൻ വഹീന യുംസി അശ്റൻ അദ്റക്തു ശഫാഅതി യൗമൽ ഖിയാമ.